എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വായനവാരം 4-ാം ദിവസം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചിപ്പി പള്ളിപ്പുറത്തിന്റെ സ്വർണ്ണക്കമ്പിളി എന്ന ഈ പുസ്തകത്തെ കുറിച്ചാണ്. വായനാലഹരി എന്ന ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയ സ്വർണ്ണക്കമ്പിളിയുടെ ഒരു ആസ്വാദന കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ചിപ്പി പള്ളിപ്പുറം സ്വർണ്ണക്കമ്പിളി. മലയാള ബാലസാഹിത്യത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ ചിപ്പി പള്ളിപ്പുറത്തിന്റെ ഒരു പ്രശസ്ത കഥയാണ് സ്വർണ്ണക്കമ്പിളി. ലളിതമായ ഭാഷ കൊണ്ടും ആകർഷകമായ അവതരണം കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഈ കഥ ഏതു പ്രായത്തിലുള്ളവർക്കും വായിക്കാൻ യോജിച്ചതാണ്. 7-8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കുഷ്ഠരോഗിയായ തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട ഉണ്ണിയമ്മ എന്ന അനാഥയായ ഒരു കുഞ്ഞിന്റെ കഥയാണിത്. തന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണശേഷം ഉണ്ണിയമ്മ പിന്നീട് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ഒടുവിൽ ഒരു മലങ്കുറത്തിയുടെ സുരക്ഷിതമായ കൈകളിൽ വന്നുപെടുകയും ചെയ്തു. ഒരു കാട്ടിൽ ഉണ്ണിയമ്മയെ സ്വയം പര്യാപ്തയായി ജീവിക്കാൻ പരിശീലനം നൽകുന്ന മലങ്കുറത്തി ഈ കഥയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രമാണ്. അവർ ഉണ്ണിയമ്മയ്ക്ക് സമ്മാനിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്വർണ്ണക്കമ്പിളിയെ കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ കൂടി തന്നെ ഈ കഥയിൽ പറയുന്നു. മലങ്കുറത്തിയുടെ മരണശേഷം അതീവ ദുഃഖിതയായ ഉണ്ണിയമ്മയ്ക്ക് വീണ്ടും നല്ല ഒരു ജീവിതം ലഭിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. ശുഭപര്യവസായിയായ ഈ കഥ ഉണ്ണിയമ്മയുടെ നന്മയും ദാനശീലവും എടുത്തു കാണിക്കുന്നു. ഈ കഥയിൽ എനിക്ക് ഏറെ ആകർഷണീയം എന്ന് പറയുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഉണ്ണിയമ്മയുടെ സ്വഭാവ വിശേഷങ്ങൾ തന്നെയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കുഷ്ഠരോഗിയായ തന്റെ അച്ഛനോടുള്ള അഗാധമായ സ്നേഹവും അച്ഛൻ നഷ്ടപ്പെട്ടുണ്ടായ ദുഃഖവുമെല്ലാം ഉണ്ണിയമ്മയുടെ നന്മയെ കാണിക്കുന്നു. ഈ ഒരു സൽഗുണം ഉണ്ണിയമ്മ വളർന്നൊരു യുവതിയായി തീർന്ന് കഥ അവസാനിക്കുന്നിടം വരെയും നമുക്ക് കാണാം. ഏറ്റവും ദരിദ്രമായ ചുറ്റുപാടിൽ വളർന്ന ഉണ്ണിയമ്മയ്ക്ക് പിന്നീട് തനിക്ക് സ്വപ്നം കാണാവുന്നതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യമായ രാജകുമാരന്റെ വിവാഹാലോചന ജീവിതത്തിൽ വന്നു ചേർന്നപ്പോഴും അതിൽ ഭ്രമിച്ചു പോകാതെ തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ച് സ്നേഹത്തോടെ വളർത്തിയ മലങ്കുറത്തിക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി അവൾ ആ കാടും കുടിലും വിട്ട് എങ്ങും പോകാൻ തയ്യാറായില്ല. ആ കാടും കുടിലും കുരങ്ങന്മാരും അവൾക്ക് അത്രമേൽ വലുതായിരുന്നു. ഉണ്ണിയമ്മ എന്ന കഥാപാത്രത്തിന്റെ നന്ദിയും സ്നേഹവും നിസ്വാർത്ഥതയും ധീരതയും തന്നെയാണ് ഈ കഥയിൽ ഉടനീളം പ്രതിഫലിച്ചു കാണുന്നത്. വായിക്കാൻ ഏറെ രസകരമായ ഈ കഥ നന്മയുടെ ചില പാഠങ്ങളും ഉണ്ണിയമ്മ എന്ന കഥാപാത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.